നിരപരാധിയെ സംരക്ഷിക്കുക എന്നത് ഒരു യോദ്ധാവിൻ്റെ എക്കാലത്തെയും കടമ. ആ കടമ നിറവേറ്റിയതിൻ്റെ പേരിൽ ഡങ്ക് ഇപ്പോൾ പോർമുഖത്താണ്, അവൻ്റെ പക്കലുള്ള ന്യായവും നീതിയും തെളിയിക്കാൻ വേണ്ടിയിട്ട്. എതിർവശത്ത് ആരോപണം ഉന്നയിച്ച് നിൽക്കുന്ന ടാർഗേറിയൻ പ്രിൻസ് ഏരിയോൺ ബ്രൈറ്റ്ഫ്ലെയിമും ഇരുകൂട്ടരുടെയും സൈഡ് വിശ്വസിക്കുന്ന മറ്റു 12 യോദ്ധാക്കളും ഒപ്പം. ട്രയൽ ഓഫ് 7 ആരംഭിക്കാൻ പോവാണ്. ഇനി എന്തൊക്കെ സംഭവിക്കും ഭഗവാനെ. ഡങ്കിൻ്റെ സൈഡിലുള്ള 6 സപ്പോർട്ടേഴ്സിനെ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. ലയണൽ ബരാത്തിയോൺ, ഹംഫ്രി ഹാർഡിംഗ്, റൈമണ്ട് ഫോസോവെ, റോബിൻ റൈസ്ലിംഗ്, ഹംഫ്രി ബീസ്ബറി, ഒപ്പം ടാർഗേറിയൻ വംശത്തിൻ്റെ അടുത്ത അവകാശി പ്രിൻസ് ബെയ്ലർ ബ്രെക്സ്പിയർ. ടീമിലെ ഏറ്റവും പ്രൗഢിയേറിയ ബെയ്ലറിൻ്റെ ഉപദേശത്തിലൂടെയാണ് നമ്മൾ എ നൈറ്റ് ഓഫ് ദ 7 കിങ്ഡംസിലെ 5ാം അധ്യായം തുടങ്ങുന്നത്. എക്സ്പേർട്ടായ ബെയ്ലർ സംഘത്തോട് നിർദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, ഒരിക്കലും ധൈര്യം ചോരാതെ നിന്ന് പോരാടണം. കാരണം മുന്നിലുള്ളവർ നമ്മുടെ മരണം മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ജാഗരൂകരായിരിക്കുക, മരിക്കാനിട വരരുത് ആരും എന്ന് പറയുമ്പോൾ കുന്തവുമേന്തി സഹചരനും കളത്തിലുണ്ട് നമ്മുടെ എഗ്ഗ്. അവൻ്റെ അപ്പുറം നിൽക്കുന്ന പുത്തൻ യോദ്ധാവ് റെയ്മണും ഡങ്കും ബെയ്ലറിൻ്റെ വാക്ക് കേട്ട് ഉള്ള ധൈര്യം കൂടി ചോർന്ന് വാൾ വെച്ച് നശിപ്പിച്ച് എന്നുള്ളൊരു സിറ്റുവേഷൻ. ബീസ്ബറിയും ഹാർഡിങ്ങും റോബിനും ലയണലും ഒക്കെ നല്ല സ്ട്രോങ് ആയി കട്ടയ്ക്ക് തന്നെ നെഞ്ചും പിരിച്ച് നിൽപ്പുണ്ട്. ഏരിയോൻ്റെ ടീമിലെ 3 കിങ്സ് കാർഡില്ലേ, ടാർഗേറിയൻസിനെ സംരക്ഷിക്കുക എന്ന ശബ്ദമെടുത്തവരാണ് ഈ മൂവരും. അതുകൊണ്ട് ബെയ്ലറിനെ അറ്റാക്ക് ചെയ്യാൻ അവർക്ക് കഴിയില്ലെന്ന് ബെയ്ലർ തന്നെ കൂട്ടരോടായി പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ മത്സരക്കളത്തിലേക്ക് ഓരോരുത്തരായി പോകുമ്പോൾ എന്തോ പറയാൻ വരുന്ന എഗ്ഗിനോട് ഡങ്ക് കുന്തം തരാൻ ആവശ്യപ്പെട്ട ശേഷം ഒരു പ്രതീക്ഷയെന്നോണം, ഞാൻ തിരിച്ചു വരുമ്പോൾ നിന്നെ ഇവിടെ കണ്ടില്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും നീ മോട്ടിച്ച് നിറഞ്ഞ പട്ടി വിട്ട് ഘടിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നു. മുന്നേ ടാർഗേറിയൻസ് എത്തുന്ന സമയം പറഞ്ഞ അതേ വാചകം. അതൊരു സന്തോഷമാണ് ഇരുവർക്കും, ഒരു പ്രതീക്ഷയും. ട്രയൽ ഓഫ് 7 ഒരു പഴയ ആചാരമായതുകൊണ്ട് തന്നെ തുടങ്ങുന്നതിന് മുന്നേ ബ്ലെസ്സിങ് എന്നോണം ഒരു പുരോഹിതയുടെ പ്രഭാഷണമുണ്ട്. ഈ പരീക്ഷണത്തിൽ ന്യായം വിജയിക്കട്ടെ, സത്യം തെളിയട്ടെ, നിരപരാധിക്ക് നീതി ലഭിക്കട്ടെ എന്നൊക്കെ. ഈ ട്രയൽ ഓഫ് 7 കൊണ്ടുവന്ന ആൻഡിൽസിൻ്റെ സിമ്പിളാണ് ഇവരുടെ വസ്ത്രത്തിലായി കാണുന്ന ആ നക്ഷത്ര ചിഹ്നം. അങ്ങനെ ബ്ലെസ്സിങ് പറയുന്നതിന് പിറകെ കാഹളം മുഴങ്ങുവാണ്. ആ പണ്ടാരത്തിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ തന്നെ പാതി ജീവനങ്ങ് പോകും. സഹചാരി അടിക്കടി യോദ്ധാവിനെ സജ്ജീകരിക്കുന്ന ജോസ്റ്റ് പോരാട്ടമല്ലാത്തതുകൊണ്ട് എഗ്ഗ് കാണികൾക്കിടയിലായിരുന്ന് ഡങ്കിന് വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ ഏരിയോണും സംഘവും കുതിര അടിച്ചുകൊണ്ട് മുന്നോട്ട് അടുക്കുന്നത് കണ്ട് ഡങ്കിനാകട്ടെ തല കറങ്ങി അണച്ചണച്ച് അവനും കുതിരയുമായി പാഞ്ഞെടുക്കുന്നെങ്കിലും ഏരിയോൺ അറ്റ് ദ ഫസ്റ്റ് മൊമെൻറ്റ് തന്നെ സ്ട്രൈക്ക് ചെയ്യുവാണ്. കുന്തം വെച്ച് ഡങ്കിൻ്റെ വയറ്റിൻ്റെ സൈഡിലായി കുത്തുകയും ചെയ്യുന്നു. ഒപ്പം അവൻ്റെ ആ സിജിൽ പരിച ഒറ്റയടിക്ക് തകർക്കുകയും ചെയ്യുന്നതോടെ അവിടെ ഏരിയോൻ്റെ മുന്നേറ്റത്തിന് ഒരു പാളിച്ചയുമില്ലാതെ തുടക്കമാവുകയാണ്. ഒടിഞ്ഞു കയറിയ കുന്തത്തിൻ്റെ കഷ്ണം ഹെഡ്ജിനായിട്ട് വലിച്ചൂരി നിൽക്കെ ബൽവാൾ ദേവന്റെ പോലത്തെ ഒരു ഗദ വെച്ച് ഏരിയോൺ വന്ന് ഡങ്കിന് നേരെ ഒറ്റ വീശി പോയി. ആളമൈൻറ്റോട്ടായി. ബ്രൂട്ടലായിട്ടൊരു തുടക്കം. വളരെ കുറച്ച് നേരത്തേക്ക് ഡങ്കിൻ്റെ ബോധം പോകുന്നതായി നോവലിലുണ്ട്. എന്തായാലും ക്രിയേറ്റേഴ്സ് ഈ ഒരു അവസരം തന്നെ മുതലെടുത്തിരിക്കുകയാണ്. എന്തിന്? ഡങ്കിൻ്റെ ഫ്ലാഷ് ബാക്കിന്. പോരാട്ടത്തിലെ അടുത്തടി വീഴും മുന്നേ ഡങ്ക് ആരാണെന്നും എന്താണെന്നും നമ്മൾ അറിയുവാണ്. വെസ്റ്റ്റോസിലെ ദാരിദ്ര്യം പിടിച്ചതും അപകടമേറിയതുമായ ഫ്ലീ ബോട്ടം എന്ന പ്രദേശത്ത് അമ്മ ഉപേക്ഷിക്കപ്പെട്ട് വളർന്ന ഒരു അനാഥ ചക്കൻ. കിങ്സ് ലാൻഡിങ്ങിന് പുറമേയുള്ള ക്ലൗൺ ലാൻഡ്സിൽ നടന്ന ബ്ലാക്ക് ഫയർ റെബലിയൻ്റെ കലാശ യുദ്ധമായ ഡ്രെഡ് ഗ്രീൻഫീൽഡ് ബാറ്റിൽ ഡെയ്മൻ ലാനിസ്റ്ററിന്റെ പതനവും കഴിഞ്ഞ് തകർന്ന് തരിപ്പണമായി ശവപ്പറമ്പായി കിടക്കുന്ന യുദ്ധഭൂമിയിൽ അരിച്ചുപെറുക്കുന്ന കൊച്ചു ഡങ്കും അവൻ്റെ സുഹൃത്തായ റെയ്ഫും. വയറ്റിപ്പിഴപ്പിനായിട്ട് അവിടുന്ന് തടയുന്ന എന്തെങ്കിലും എടുത്ത് വിറ്റ് 4 അണ ഉണ്ടാക്കണമെന്ന ഉദ്ദേശം മാത്രമാണ് ഈ പൈതങ്ങൾക്ക്. അനാഥരല്ലേ, ആർക്കും വേണ്ട ദരിദ്രരായി കഴിയുന്ന ഫ്ലീ ബോട്ടത്തിലെ കുറേ ശാപജന്മങ്ങളുള്ള 2 പേർ. കുതിരയ്ക്കിടയിൽ കിടന്ന് മരണശ്വാസം എടുക്കുന്ന ഒരു പോരാളിയെ കണ്ട് അയാളെ ജീവനോടെ മലവെടുത്തിക്കൊണ്ടെത്തിച്ച ചിലപ്പോൾ എന്തെങ്കിലും പാരിതോഷികം കിട്ടുമെന്ന് പറഞ്ഞ് എടുക്കാൻ ശ്രമിക്കുന്നതിലും അയാൾ വൈകാതെ പ്രാണൻ വെടിയുന്നു. പിന്നാലെ കിട്ടുന്ന ഷീൽഡും മറ്റു കൊച്ചു കൊച്ചു കനത്തിലുള്ള സാധനങ്ങളും അടിച്ചെടുത്ത് നടക്കുമ്പോഴാണ് ഇവിടെ പ്ലാൻ അറിയുന്നത്. ഫ്ലീ ബോട്ടമിൽ എന്തായാലും സ്വസ്ഥമായി ജീവിക്കാൻ പറ്റില്ല. ഡങ്കിനോട് അവൻ്റെ മറ്റു 2 സുഹൃത്തുക്കളായ പുഡിങ്ങും ഫെററ്റും പറഞ്ഞത് യുദ്ധം കഴിഞ്ഞു, ഇനി പട്ടിണി കിടക്കാതെ തിന്നാൻ കിട്ടും, സുഖമായി ജീവിക്കാം എന്നൊക്കെയാണ്. എന്നാൽ റൈഫിന് വ്യക്തമായ ബോധമുണ്ട്, താൻ തോന്നികൾ നിറഞ്ഞ ഈ പ്രദേശത്ത് ഇന്നല്ലെങ്കിൽ നാളെ പല പ്രതികാര കലഹങ്ങളുണ്ടായി നശിച്ചു പോകത്തേ ഉള്ളൂ എന്ന്. അതുകൊണ്ട് കിങ്സ് ലാൻഡിംഗ് വിട്ട് കപ്പൽ കയറി നാടുവിടാൻ വേണ്ടിയിട്ടാണ് ഈ മോഷണവും അതിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ചയുടെ ആവശ്യവുമൊക്കെ. യുദ്ധമുഖത്ത് നിന്ന് ഓരോന്ന് കവരുമ്പോൾ ഇടയിൽ ഡങ്ക് പറയുന്നുണ്ട്, നമുക്കൊരു ഡ്രാഗൺ ജീവിക്കുന്നത്രയും കാലത്തോളം കട്ടുപിടിക്കാനുള്ള വസ്തുക്കളുണ്ടല്ലേ ഇവിടെ എന്ന്. റെഡ് ഗ്രാസ് ഫീൽഡിലെ പോരാട്ടത്തിൽ 10,000-ലേറെ പോരാളികൾ മരിച്ചു വീണതായാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത്രയും സാധനങ്ങൾ ലൂട്ട് ചെയ്യാൻ ജനങ്ങൾ പലരും മാസങ്ങളും വർഷങ്ങളും കടന്നുവരെ ഇവിടെ എത്തുകയുണ്ടാവും എന്ന് സൂചിപ്പിക്കുന്ന ഒരു ടോക്കാണിത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഡീറ്റെയിൽ, ഇവിടെ ഡങ്കും റൈഫും കുതിരയുടെ അടിയിൽ നിന്നെടുക്കാൻ ശ്രമിക്കുന്നത് ഹൗസ് ഫ്രൈയിലെ ഒരു മെമ്പറിനെയാണ്. ഡെയ്മൺ ബ്ലാക്ക് ഫയറിനെ ഹൗസ് ഫ്രൈ സപ്പോർട്ട് ചെയ്തിരുന്നതായി ബുക്കുകളിൽ പരാമർശിക്കപ്പെടുന്നില്ലെങ്കിലും ഒരു വലിയ സൂചന ഡങ്ക് ആൻഡ് എഗ് നോവൽ സമാഹാരത്തിലെ ദ മിസ്റ്ററി നൈറ്റ് എന്ന ബുക്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അടുത്ത് വരാൻ പോകുന്ന സീസണിലെ ഡീറ്റെയിൽ അവർ ഈ ഫസ്റ്റ് സീസണിൽ തന്നെ കാണിച്ചിരിക്കുകയാണെന്ന് സാരം. അങ്ങനെ ചേരിയിൽ ചെന്ന് കളക്ട് ചെയ്ത സാധനങ്ങൾ കൊടുത്തു കിട്ടിയ 2 ചെമ്പ് നാണയവും കൊണ്ട് ഭദ്രമായി സൂക്ഷിക്കുമ്പോൾ
ഈ കൊടുക്കുന്നതിൽ ബ്ലാക്ക് ഫയഴ്സിൻ്റെ മുദ്രയുള്ള ചില ലെതറുകളുണ്ടായിരുന്നു. കടക്കാരൻ അപ്പോൾ തന്നെ തിരിച്ചേൽപ്പിച്ച് പറയുന്നത്, ഡാ ചക്ക, ഇതിനൊന്നും ഒരു വിലയില്ല. ഡെയ്മണ്ട് ലാൻസ്റ്ററൊക്കെ മരിച്ചു. ഇനി ഇവിടെ ഡ്രാഗൻസിൻ്റെ വാഴ്ചയാണ്. ദീർഘകാലങ്ങളായി നടന്നു വന്നിരുന്ന ഭരണത്തിനു വേണ്ടിയുള്ള വിപ്ലവത്തെ തകർത്ത് ടാർഗേറിയൻസ് വിജയം കണ്ട് കൊടിപറച്ച കാര്യമാണ് പുള്ളി പറയുന്നത്. ബ്ലാക്ക് ഫയർ ലെതേഴ്സ് വരെ ഇപ്പോൾ അവിടെ ദേശദ്രോഹ വസ്തുവായി കഴിഞ്ഞു. അങ്ങനെ റെയ്ഫ് ആ കിട്ടിയ പൈസയുമായി ആരും കാണാത്ത ഒരിടത്ത് വെച്ചിട്ടുള്ള ഒരു പെട്ടി തുറന്ന് മുൻകൂട്ടി ശേഖരിച്ച് നാണയങ്ങൾ നോക്കി നമുക്ക് പോകാനുള്ളതായി എന്ന് പറയുമ്പോൾ ഡങ്കിന് 2 ആശങ്കയുണ്ട്. ഇനി ചിലപ്പോൾ കപ്പലേറി പോകുന്ന സ്ഥലം ഇപ്പോൾ ഉള്ളതിനേക്കാളും മോശമാണെങ്കിലോ? അതല്ലെങ്കിൽ പോകുമ്പോഴിനി സ്വന്തം അമ്മ അങ്ങനെ തിരിച്ചന്വേഷിച്ച് വന്നാലോ? സംഭവം മണ്ടേ ഡങ്കിൻ്റെ അമ്മ അവനെ ഉപേക്ഷിച്ച് പോയതാണേലും ഇപ്പോഴും അവൻ്റെ ഉള്ളിലൊരു പ്രതീക്ഷയുണ്ട്, തിരികെ വന്ന് കൂട്ടിക്കൊണ്ട് പോകുമെന്നൊക്കെ. റെയ്ഫിന് അവൾ കണ്ടനുഭവിച്ചിൽ വെച്ചിട്ടറിയാം, അങ്ങനെയുള്ള മനസ്സുണ്ടായിരുന്ന അമ്മമാരുണ്ടായിരുന്നേ ഒരിക്കലും കൊണ്ടിങ്ങനെ കളയില്ലായിരുന്നു. ഡങ്കിന് റെയ്ഫിനോട് ഇഷ്ടമുണ്ട്, അതേപോലെ തന്നെ തിരിച്ചു. രണ്ടുപേർക്ക് ഒരുമിച്ച് ജീവിക്കാമെന്നങ്ങനെ വൈകാതെ തന്നെ കപ്പലിൽ കയറി പറ്റാനുള്ള സൗകര്യത്തിനായി അതുമായി ബന്ധപ്പെട്ട ഒരാൾക്കടുത്തേക്ക് എത്തുന്നതിലും പ്രശ്നം ഇപ്പോൾ ഉള്ളതിനേക്കാളും ഇരട്ടി വേണം കപ്പൽ കയറി പറ്റാൻ. ഇപ്പോൾ കാര്യം ഇങ്ങനെ രൂക്ഷമാകാൻ കാരണം ബ്ലാക്ക് ഫയറിനെ നാമാവശേഷമാക്കിയതോടെ അവിടെയുള്ള ജനങ്ങൾ പലരും നാടുവിടാനുള്ള ശ്രമത്തിലാണ്, ഇനിയുള്ള ഭരണത്തിനെ പേടിച്ചിട്ട്. അങ്ങനെ അരിശത്തോടെ ഇറങ്ങാൻ പിടിക്കാണ് അലിസ്റ്റർ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഈ അലിസ്റ്റർ ചേരിയിലെ തന്നെയുള്ളൊരു തരികിടയാണ്. പിടിച്ചുപറിയൊക്കെ തൊഴിലായി കൊണ്ടു നടക്കുന്ന ഇവൻ്റെ മുന്നിലൂടെയായിരുന്നു ബാറ്റിൽ ഫീൽഡിൽ നിന്നെടുത്ത വസ്തുക്കൾ കൊണ്ടുപോയത്. ഇത് കണ്ടവൻ പിള്ളേരോട് എന്താണെന്ന് ചോദിച്ചു കേൾക്കെ അതിനിടെ കൂടി 2 പേർ പോകുന്ന ഗ്യാപ്പിൽ പിള്ളേർ 2 സ്കൂട്ടായി. ഒപ്പം റെയ്ഫ് അലിസ്റ്ററിൻ്റെ ഒരു ബിയർ ഉപ്പി അങ്ങ് ഇസ്കി. മോഷണക്കാരി ചില്ലറക്കാരിയല്ല റെയ്ഫും. അങ്ങനെ ഇപ്പോൾ വേറൊരുത്തനുമായി അലിസ്റ്റർ അറിയാതെ മുന്നിൽ വന്ന് നിൽക്കുന്നതും എവിടെ എൻ്റെ ബിയർ ഉപ്പി എന്ന് ചോദിച്ച് കയ്യിലെ സഞ്ചി നോക്കി നാണയം കാഴ്ചയും കാണുന്നതോടെ പിന്നെ രക്ഷയുണ്ടോ? അവന്മാരത് കൈക്കലാക്കുവാണ്. ദേഷ്യം മൂത്ത് നിൽക്കുന്ന റെയ്ഫിനടുത്തേക്ക് ചെന്ന് വല്ലാത്തൊരു നോട്ടം നോക്കുന്ന അലിസ്റ്ററിൽ നിന്ന് മാറി തിരിച്ച് നടക്കുമ്പോൾ പണം പോയെങ്കിലും അവളുടെ ആശ്വാസം അവൻ്റെ കത്തി അവളിപ്പോൾ മോഷ്ടിച്ചിട്ടുണ്ട്. നല്ല വില കിട്ടുകയും ചെയ്യും. നിർഭാഗ്യവശാൽ പിന്നെ സംഭവിക്കുന്ന ദയനീയമായ കാര്യമാണ്. കത്തി മോഷ്ടിച്ചെന്ന് അപ്പോൾ തന്നെ പിടിച്ചു നോക്കി മനസ്സിലാക്കുന്നതും നായിൻ്റെ മോളെ എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തി റെയ്ഫിൻ്റെ കയ്യിൽ നിന്ന് കത്തിയെടുത്ത് മുന്നും പിന്നും നോക്കാതെ ഒരൊറ്റ വെട്ട് കഴുത്തിൽ. റെയ്ഫ് മുന്നേ പറഞ്ഞത് ശരിയാണ്. എന്ത് സംരക്ഷണവും സുരക്ഷയുമാണ് ഈ നരകപ്രദേശത്ത് മനുഷ്യർക്കുള്ളത്? റെയ്ഫ് മരിച്ചു. കഴുത്ത് കയറിപ്പോയ പിന്നെ എന്ത് ചെയ്യാനാണ്? ആ ഷോക്കിൽ ഡങ്ക് ഈ ദ്രോഹിയുടെ മേൽ ചാടിക്കയറി അവൻ്റെ ചെവി കടിച്ചു പറിക്കുന്നതൊക്കെ തൊട്ടപ്പുറത്തെ മുറിയിലിരുന്ന് ഒരുവൻ കാണുന്നുണ്ടായിരുന്നു. ചെക്കൻ്റെ കാലിൽ വാൾ വെച്ച് കുത്തി അവനെയും തീർക്കാൻ തുനിഞ്ഞപ്പോൾ അവിടേക്ക് ചെക്കനെ തൊട്ടു പോരുത് എന്ന് പറഞ്ഞെത്തി. വാളുമായി വാളും വെച്ചുകൊണ്ട് ഡങ്കിന് മുന്നിൽ അന്നാദ്യമായി പ്രത്യക്ഷപ്പെടുകയായിരുന്നു പുതിയ ജീവിതമായി സർ ആർലൻ ദ പെനിട്രി. തീർച്ചയായും നിരപരാധി ഉപദ്രവിക്കുന്നത് കണ്ടാൽ ഒരു യോദ്ധാവിൻ്റെ കടമ എന്താണ്? ഇൻ ദ നെയിം ഓഫ് ദ മദർ ഡിഫെൻഡ് ദ ഇന്നസെൻസ്. അർലാൻ കുടിച്ചതിൻ്റെ ഫിറ്റിലും രണ്ടുമായി പോരാടി ഒരുത്തിൻ്റെ തലയരിഞ്ഞു മറ്റവനെ കുത്തിക്കൊന്നും വീഴുന്ന ഉജ്ജ്വല കാഴ്ച. അർലാൻ ആളൊരു പുലി തന്നെയായിരുന്നു എന്ന് ഇവിടെ ക്ലിയറാക്കി തിരിച്ചു പോകുമ്പോൾ ഡങ്ക് അവൻ്റെ പരിതാപകരമായ അവസ്ഥ. ഒരേ ഒരു കൂട്ടായിരുന്ന റെയ്ഫ് ഇപ്പോൾ നിശ്ചലമായി കിടക്കുവാണ്. സ്വാഭാവികമായും ഇനി അവൻ്റെ റൂട്ട് പോകുന്നത് അർലനിലേക്കാണ്. റെയ്ഫിനോട് യാത്ര പറഞ്ഞ് ഇനി എന്ത് ചെയ്യണമെന്നോ എങ്ങോട്ട് പോകണമെന്നോ ഒരു മാർഗവുമില്ലാതെ ആ മുറിഞ്ഞ കാലമായി അവൻ അർലനെ പിന്തുടരാൻ തുടങ്ങി. 3 സുന്ദര കുതിരകളെ മേയിച്ച് നീങ്ങുന്ന അയാളുടെ പിന്നാലെ നടന്നു. രാത്രി ഒരു കാട്ടുപ്രദേശത്ത് വിശ്രമിക്കുന്ന സമയത്തായി അവിടേക്ക് അവനെത്തി ആ കൊള്ളക്കാരെ കൊന്ന വാളും യോദ്ധാവിൻ്റെ ഒരു വസ്തുക്കളും ആഗ്രഹത്തോടെ എടുത്തു നോക്കി. അർലൻ തമ്പടിച്ചിരിക്കുന്നതിനടുത്തായി ഒരു കൊച്ചു കുഴിമാടം കാണാം. അത് ആശാൻ്റെ അനന്തരവൻ്റെയാണ്. ദിവസങ്ങൾക്ക് മുന്നേ നടന്ന ആ റെഡ് ഗ്രാസ് ഫീൽഡ് ബാറ്റിൽ പൊലിഞ്ഞതാണ് റോജർ ഓഫ് ദ പെനിട്രി എന്ന മരുമകൻ്റെ ജീവൻ. അവൻ പോയ വിഷമം കൂടാണ് എപ്പോഴും ഇങ്ങനെ കുടിയനായി നടക്കുന്നതിൻ്റെ റീസൺ. മാത്രമല്ല ആ അടക്കിയിരിക്കുന്ന ഭാഗത്തെ ആ പൂക്കളൊന്ന് ശ്രദ്ധിച്ചാൽ തുടക്കത്തിൽ ഡങ്ക് അർലൻ്റെ കബറിൽ വെച്ച് കൊടുക്കുന്ന അതേപോലത്തെ പുഷ്പങ്ങളാണ്. നിലവിൽ തൊട്ടടുത്തുണ്ടെങ്കിലും അർലനോട് നേരിട്ട് ഇടപെടാൻ ഡങ്കിന് ചെറിയ പേടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് പട്ടിണി കിടന്നും ചെടിവെള്ളം കുടിച്ചും അത് ഛർദ്ദിച്ചും തണുപ്പത്ത് കിടങ്ങി വിറച്ചുമൊക്കെ അവനാവുന്ന രീതിക്ക് അർലനെ പിന്തുടർന്നുകൊണ്ടിരുന്നു. ഒരു രാത്രി അങ്ങനെ ആശാൻ്റെ സ്ഥിരം വെള്ളമടിയും ഗാനമേളയും അഭ്യാസങ്ങളും ഒക്കെ നടത്തി ആ ബോധയിൽ ശരീരത്തിലെ കെട്ടുപാടുകളൊന്നും ഊരാതെ വീണുറങ്ങിപ്പോയി. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? രാവിലെ എണീക്കുമ്പോൾ കത്തി ഉറച്ച് പള്ളക്ക് കയറിപ്പോയി ചോരയൊക്കെ പോയിരിക്കുന്നു. കട്ടിക്കടിച്ചതിൻ്റെ കെട്ടുവിടാണ്ട് കുതിരപ്പുറത്തേറി നിൽക്കുമ്പോഴാണ് ലോണിൻ്റെ ദൂരെ ചുരുണ്ടുകൂടി കിടക്കുന്ന ഡങ്കിനെ കാണുന്നത്. അവശനെ കിടക്കുന്ന അവൻ്റെ അടുത്തേക്ക് ചെന്ന് അർലൻ മുഴിഞ്ഞു, എണീക്കടാ. അവിടുന്ന് തുടങ്ങി ആനാഥപ്പയ്യൻ്റെ ഒരു പുതു ജീവിതം. ഇതെല്ലാം നോവലിലില്ലാത്ത ഡങ്കിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി ആണെങ്കിലും നല്ല യോജിച്ചു പോകുന്ന ഒരു ഒറിജിനൽ സ്റ്റോറി തന്നെയാണിതെന്ന് നിസ്സംശയം പറയാം. അങ്ങനെയുള്ള ആ ജീവിതം നടന്നും കിടന്നും ഓടിയും ഇപ്പോഴത്തെ ആഷ്വേർഡ് മെഡോസിൻ്റെ ബാറ്റിൽ ഫീൽഡിൽ. മോർണിംഗ് സ്റ്റാർ ഏരിയോൻ്റെ കയ്യിലുള്ള ആ ഗത പോലുള്ള ആയുധത്തിൻ്റെ പേര് അതാണ്. മോർണിംഗ് സ്റ്റാറിൻ്റെ അടി കൊണ്ട് ഒരു നിമിഷം റിലേ പോയി തിരിച്ചു വന്ന ഡങ്കിൻ്റെ കൺമുന്നിലേക്കതാ വീണ്ടും അടുത്തടി. ഏരിയോൺ പാവത്തിന് ഇട്ടങ്ങ് അറിയുവാണ്. 30 സെക്കൻഡ് പോയിട്ട് ഒരു 10 സെക്കൻഡ് പോലും കൊടുക്കാതെ. അതിനിടെ കൂടി നിൽക്കുന്നവനും വഴി കൂടെ പോകുന്നവനും എല്ലാം അടി. മകനെ സപ്പോർട്ട് ചെയ്ത് മേക്കർ അതുവഴി വന്ന് ഡങ്കിനെ അടിച്ചു തുറന്നേ കാണാം. അങ്ങനെ ഒടുക്കം ആവശ്യനാവുന്ന ഹെഡ്ജിനൈറ്റിനെ ആ ചെളിക്കുണ്ടിൽ കിടത്തി ഉരുട്ടിയും കത്തിവെച്ച് പലതവണ കുത്തി ചോര വരുത്തിയുമൊക്കെ ഉള്ള ബ്രൂട്ടലായ കാഴ്ച ഉണ്ണിക്കുട്ടന് സഹിക്കാൻ കഴിയുന്നതല്ല. കൊന്നിട്ട് അടങ്ങുമെന്നുള്ള വാശിയാണ് ഏരിയോണിന്. ആയുധവും പരിചയമില്ലാതെ തടുത്ത് തെറുത്ത് മുറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഡങ്കും.
ഹെഡ്ജ് നൈറ്റിൻ്റെ കുറേ ചോര പോകുന്ന കാഴ്ചകൾക്കൊടുവിൽ ഡങ്കും മെല്ലെ ട്രാക്കിലേക്ക് വരുവാണ്. ബ്രൈറ്റ് ഫ്ലെയിമിനെ നിലത്തിട്ട് അടിച്ചും അവിടെ കിടന്ന വാളെടുത്ത് ആഞ്ഞു വെട്ടാൻ നോക്കിയൊക്കെ. ഇതിനുശേഷം ഡങ്കിൻ്റെ ഹെൽമെറ്റിൽ കൂടി വാൾ കുത്തിയിറക്കാൻ നോക്കി ചെറിയൊരു മുറിവ് വന്നിട്ട് പറഞ്ഞ് ഹെൽമെറ്റ് വരുമ്പോൾ ആ മുഖം ഒന്ന് കാണണം. ഒരു കണ്ണൊക്കെ അടഞ്ഞ് നീരടിച്ച് വല്ലാത്തൊരവസ്ഥ. ജീവൻ മരണ പോരാട്ടങ്ങളിൽ കാണാൻ കഴിയുന്നൊരു മുഖം. ഉള്ള ജീവന് വെച്ച് അണച്ചണച്ച് സർവ്വശക്തിയും എടുത്ത് പല ആവർത്തി ആഞ്ഞു വെട്ടുന്നതിലൂടെ ഒരു വെട്ട് ഏരിയയുടെ തുളയിൽ കൊള്ളുന്നൊരു ആശ്വാസമാണ്. കാരണം സംരക്ഷണ കവചം എത്താത്തൊരു പ്രദേശത്തേക്കാണ് ആ വാൾ ചെന്നെത്തി പിടിച്ചത്. ആഴത്തിൽ വെട്ടേൽക്കുന്നതോടെ അവൻ അവിടെ ഇരുന്ന് പോകുമ്പോൾ തന്തയുടെ ശരീരം അങ്ങിങ്ങായി കേൾക്കാം, മോൻ ഏരിയോണേ എന്നൊക്കെ വിളിച്ചുകൊണ്ട്. എന്നാൽ മേക്കർക്ക് അടുത്തേക്ക് ചെല്ലാൻ ഗ്യാപ്പ് കൊടുക്കാതെ കൊമ്പൊഴിഞ്ഞ ലയണൽ ബരാത്തിയനും റോബിൻ റൈസ്ലിംഗും ചേർന്ന് പിടിച്ചെടുത്തുകൊണ്ട് പോകുന്നതും നല്ലൊരു കാഴ്ചയാണ്. ഇതിനിടയ്ക്ക് റെയ്മണ്ട് നല്ല മനസ്സിനെ കാണാതെ പോരുത്. ഡങ്കിൻ്റെ മേത്തേക്ക് കയറിയിരുന്ന് ആക്രമിക്കുന്ന ഒരു ക്രൂഷ്യൽ സമയത്ത് റെയ്മണാണ് വന്ന് തട്ടിത്തെറിപ്പിക്കുന്നത്. തൊട്ട് പിന്നാലെ തന്നെ അവൻ്റെ കസിൻ സ്റ്റെഫോൺ സ്ട്രൈക്ക് ചെയ്യുന്നതും കാണാം. എന്തായാലും ഇപ്പോൾ ഏരിയോൻ്റെ തുടയും ഞരമ്പും എല്ലാം വെട്ടി വീഴ്ത്തുന്നതിന് പിന്നാലെ ഡങ്കും അങ്ങ് ഇരുന്ന് പോയി മെല്ലെ അങ്ങ് വീഴുവാണ്, ചക്ക വെട്ടിയിട്ട പോലെ. അതും കണ്ണൊക്കെ തുറന്നു തന്നെ. മരിച്ചോ? എല്ലാവരും അങ്ങനെ തുറിച്ച് നോക്കുന്ന മൊമെൻറ്റിൽ ആ ഉണ്ണിക്കുട്ടൻ അവിടെ നിന്ന് അലറി പറയുവാണ്, എണീക്ക് സാർ, എഴുന്നേക്ക് ഡങ്കൻ സാർ. ഒരനക്കവും ഇല്ല. ഡങ്കൻ തലകുത്തി അനങ്ങാതെ കിടക്കുന്നു. ഇവൻ മരിച്ചു എന്ന് ഏരിയോൺ നിന്ന് പറയുന്നതും ആഷ്വോർഡ് അവിടെ മത്സരത്തിൻ്റെ വിധിയെന്നോണം കാഹളം മുടക്കാൻ ഉത്തരവിടുവാണ്. ഏരിയോൻ്റെ വിജയകാഹളം. എഴുന്നേൽക്കുന്ന അലറിക്കറിയുന്ന എഗ്ഗിനേക്കാളും ഡങ്കിന് ഊർജ്ജം പിടുന്ന ആശാന്റെ ശബ്ദം, എണീക്കടാ. ഉണ്ണിക്കുട്ടൻ്റെ ആ റിയാക്ഷൻ കണ്ട സന്തോഷവും ചിരിയും വന്നു. വിട്ടുകൊടുക്കില്ലെന്ന് ഉയരുന്ന ഡങ്കിൻ്റെ ചങ്കൂറ്റത്തിനെ കാണികളെല്ലാം ഏറ്റെടുത്ത് ഉത്സാഹിപ്പിക്കുന്ന ഒരു ഇമോഷണൽ കാഴ്ച. എന്നാൽ അവൻ്റെ സെൻസസ് മിക്കതും പോയ കണക്കാണ്. മൊത്തം മങ്ങലും അവിടെ എങ്ങുമുള്ള ആരവങ്ങളെല്ലാം എന്തോ ചെറിയ അവ്യക്തമായ ഇരപ്പ് പോലെ മാത്രം. ഏരിയോൺ വീണ്ടും ഹെൽമെറ്റ് എടുക്കുമ്പോൾ ചുറ്റും നോക്കിയ പൊരിഞ്ഞ പോരാട്ടം തന്നെ നടക്കുവാണ്. ലയണാലിൻ്റെ കുതിരയെ കുത്തിയിട്ട് വീഴ്ത്തിയും ബെൽറ്റ് കെട്ടി പോരാടുന്ന ഹംഫ്രി ഹാർഡിങ്ങിനെ കിങ്സ്വനെ വീഴ്ത്തിയുമൊക്കെ ഞെട്ടിക്കുന്ന കാഴ്ചകൾ. ഡങ്കിന് ഇനി ഒന്നും നഷ്ടപ്പെടാനില്ലെന്ന പോലെ കടന്നാക്രമിച്ച് ബ്രൈറ്റ് ഫ്ലെയിമിൻ്റെ പരിചയം മേടിച്ച് അവനെ വീഴ്ത്തിക്കിടത്ത് ഇടിച്ചും അടിച്ചും ഹെൽമെറ്റ് വരെ പൊട്ടിച്ച് ഒരുക്കിയൊരു പരുവമാക്കുന്നു. കിട്ടേണ്ടതൊക്കെ കിട്ടിയപ്പോൾ സമാധാനമായി. ഏരിയോണിന് ഒരടി ചലിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവൻ ഡങ്കിനോടായി പറയുവാണ്, കീഴടങ്ങിയിരിക്കുന്നു, ഞാൻ കീഴടങ്ങിയിരിക്കുന്നു. ഇത് കേൾക്കുന്നതും ഡങ്കൻ അവനെ വലിച്ചിഴിച്ചുകൊണ്ട് പോയി ആഷ്ഫോർഡിരിക്കുന്ന സദസ്സിന് മുന്നിലെ കൊണ്ട് നിർത്തി പറയിപ്പിക്കുന്നു. തോൽവി സമ്മതിച്ചതായി ഏരിയോൺ പറയുമ്പോൾ അവിടെ ഡങ്കിൻ്റെ മാത്രം വിജയമല്ല, ഒരു യോദ്ധാവിൻ്റെ കൂടി വിജയമാണ്. അവൻ നേടിയെടുത്ത ഏറ്റവും വലിയ വിജയം. ജനങ്ങളും എഗ്ഗുമെല്ലാം സന്തോഷം കൊണ്ട് ആഹ്ലാദിക്കുകയും വികാരനിർഭരരാകുകയും ചെയ്യുന്ന മനോഹര നിമിഷങ്ങൾ നടക്കുമ്പോൾ പാതി ജീവൻ ചതഞ്ഞു കിടക്കുന്ന ഡങ്കിനെ സ്റ്റീലിയും റെയ്മണും ചേർന്ന് പോർമുഖത്ത് നിന്ന് തൊട്ടടുത്തുള്ളൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നു. പിന്നാലെ എഗ്ഗും ഓടി വന്ന് വിഷമിച്ച് നോക്കി നിൽക്കുമ്പോൾ കവചമെല്ലാം ഊരി മുറിവുകൾ നോക്കുവാണ് അവർ. ആദ്യത്തെ കുന്തം വെച്ചുള്ള കുത്തലിൻ്റെ മുറിവ് ഇതിൽ കൂടുതലാണ്. മുറിവ് കരിക്കാൻ ചൂടെണ്ണ ഒഴിക്കണമെന്നൊക്കെ പറയുമ്പോൾ തൻ്റെ ടീമിൻ്റെ സ്റ്റാറ്റസ് തിരക്കുന്ന ഡങ്കിന് കേൾക്കേണ്ടി വരുന്ന ദുഃഖവാർത്ത, ഹംഫ്രി ഹാർഡിങ്ങും ഹംഫ്രി ബീസ്ബറിയും ഈ പോരാട്ടത്തിൽ മരണപ്പെട്ടു. അവരെ നഷ്ടമായി. ഈ സമയത്താണ് അവിടേക്ക് നമ്മുടെ നീതി നായകൻ ബെയിലർ എത്തുന്നതെങ്കിലും നോവലിൽ ഇത്തിരി കൂടി ഡീറ്റെയിൽ ഉള്ളത് ബീസ്ബറിയെ വീഴ്ത്തുന്നത് കിങ്സ്മാനായ ഡോണൽ ഓഫ് ഡസ്കൻഡെയിലാണ്. ഡെയറിൻ്റെ കാര്യത്തിൽ കുതിര മേലേക്ക് വീണത് വഴി കാലൊടിഞ്ഞു. മറ്റൊരു കിങ്സ്മാനായ സർ വില്യം വൈൽഡിനെ ബോധവും പൊക്കണവും ഇല്ലാണ്ട് കളത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. എന്തായാലും നടന്നത് വൻ പോരാട്ടമായതുകൊണ്ട് എല്ലാവരെയും പോലെ തന്നെ നല്ല ആവശ്യത ബെയിലറിലും കാണാം. ഡങ്കിന് പറഞ്ഞാൽ തീരാത്ത കടപ്പാടാണ് ഇദ്ദേഹത്തോട്. ഞാൻ നിങ്ങളുടെ സേവകനാണെന്ന് മനസ്സിൽ തട്ടി പറയുമ്പോൾ ബെയിലർ നല്ല ആവശ്യതയിൽ അവനെ അഭിനന്ദിക്കുന്നുണ്ട്. ഡങ്കിൻ്റെ ആഴമേറിയ മുറിവൊക്കെ പെട്ടെന്ന് ഉണക്കാൻ താനൊരു മേസ്റ്ററിനെ ഏർപ്പാടാക്കുമെന്ന് നിൽക്കെ റെയ്മനോടായി വിരോധമില്ലെങ്കിൽ ഒന്ന് സഹായിക്കാൻ അഭ്യർത്ഥിക്കുകയാണ് ബെയിലർ. ഹെൽമെറ്റ് അടിക്കാൻ പറ്റുന്നില്ല, എവിടെയോ ഉടക്കിയിരിക്കുകയാണ്. നല്ല ബലത്തിലുള്ള ഒരു അടി കിട്ടി. സ്വന്തം സഹോദരൻ മേക്കറിൻ്റെ അടിയല്ലേ, അങ്ങനെ വരൂ. കൈയൊക്കെ ആണെങ്കിൽ നല്ല പെരുത്ത് വടിയായിരിക്കുന്നു, വിരലുണ്ടെന്ന് പോലും തോന്നുന്നില്ല. ഇത് കേട്ട് റെയ്മൺ അടുത്തെത്തി പിടിച്ചിട്ടും വരാത്തതെ തുടർന്ന് സ്റ്റീലിയെ കൂടി വിളിച്ച് അത് വലിച്ചെടുക്കുന്നതും ഒരു ചിക് ശബ്ദം. സ്റ്റീലി സകല വെപ്രാളം കയറി കണ്ണ് തെളി നിൽക്കെ ബെയിലർ തലയിൽ പിടിച്ച് നോക്കുമ്പോൾ ചോര. എന്താ സംഭവം? മേക്കറിൻ്റെ അദ്ദേഹം സ്വന്തം സഹോദരൻ്റെ അടിയിൽ ആ ഹെൽമറ്റ് തലയിലേക്ക് തറച്ചു കയറിയതായിരുന്നു. അപ്പോഴത്തെ പെരുപ്പിൽ ബെയിലർ അത് റിയലൈസ് ചെയ്തിരുന്നില്ല. ഇപ്പോൾ ഹെൽമറ്റ് ഇളക്കുന്നത് എന്താ, തലയോട്ടി തടർന്ന് തലച്ചോറ് പുറത്ത് കാണാവുന്ന അവസ്ഥ. അതും കുറേ ഭാവമൊക്കെ ഞെങ്ങി പൊട്ടിയിരിക്കുന്നു. ഇതുമൂലമാണ് പാവത്തിൻ്റെ കൈകളൊന്നും ഫീൽ ചെയ്യാതിരിക്കുന്നത്. തലപൊട്ടി നിൽക്കുന്ന ആ മനന്നുറുങ്ങുന്ന കാഴ്ച ഡങ്ക് കാണുന്നതും ബെയിലർ അവിടെ വീഴുവാണ്. ഒരു നിമിഷം പോലും എന്തേലും സംസാരിക്കാൻ കഴിയാതെ ഡങ്കിൻ്റെ മടിയിൽ കിടന്ന ബെയിലറിൻ്റെ ജീവൻ പൊലിയുന്ന വളരെ വളരെ നോവിക്കുന്ന ഒരു സീൻ. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ പാവത്തിന് ഇങ്ങനൊരു വിധി. ഡങ്കിന് വേണ്ടി നിന്ന് അവന് വേണ്ടി പൊരുതിയപ്പോൾ അവൻ്റെ മടിയിൽ കിടന്നതിനെ പൊലിഞ്ഞ ലോകത്തിലെ ഏറ്റവും മഹത്വമേറിയ രാജാക്കന്മാരിൽ ഒരാളായി തീരേണ്ടിയിരുന്ന ഒരു ജന്മം. പടുകൂറ്റനായ ഒരു ഡ്രാഗൻ. വലിയ പോരാട്ടത്തിനൊടുവിൽ ഡങ്കിൻ്റെ മേലേക്ക് വീഴുമ്പോൾ ഡ്രാഗൻ്റെ ജീവൻ പോവുകയും ചെയ്തു. ഡങ്ക് ജീവനോടെയുമുണ്ട്. ഡെയറിൻ്റെ ആ സ്വപ്നമായിരുന്നില്ലേ അതിപ്പോൾ സത്യമായിരിക്കുന്നു. അതുവഴി വന്നൊരു വേലക്കാരിയും ഇത് കണ്ട് ഞെട്ടുമ്പോൾ എഗ്ഗും ഇത് കണ്ട് ഷോക്കിൽ കരയുന്ന ആ നിമിഷത്തിൽ ഈ എപ്പിസോഡ് തീരുന്നത് വല്ലാത്തൊരു ട്രോമാറ്റിക് സിറ്റുവേഷനാണ്. തൊട്ടു മുന്നേയുള്ള എപ്പിസോഡിലെ ഇതേ സമയത്തായിരുന്നു ബെയിലറിലെ ആ നല്ല മനസ്സിനെ നമ്മൾ കണ്ട് അദ്ദേഹത്തെ വാഴ്ത്തിയത്.
അത് തൊട്ടടുത്ത എപ്പിസോഡിൽ അതേ മനസ്സ് തന്നെ തകർന്നു മരിക്കുന്നതായി കാണിക്കാനായിരുന്നല്ലേ എന്ന് ഓർക്കുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ യൂണിവേഴ്സിലെ ചുരുക്ക സമയം കൊണ്ട് പ്രേക്ഷക നെഞ്ചിൽ ഇടം നേടിയ ഒരു കഥാപാത്രമായിരുന്നു ഈ രാജകുമാരൻ. പ്രിൻസ് ബെയ്ലർ ടാർഗെറിയനെ വിട. ഏറ്റവും ദുഃഖകരമായ മറ്റൊരു കാര്യം, ഡങ്കിനെ അംഗീകരിച്ച ഇദ്ദേഹം പറഞ്ഞതിന് തൊട്ടടുത്ത നിമിഷമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഡങ്ക് എന്തായാലും ഇനി മുതൽ അങ്ങോട്ട് അറിയപ്പെടുന്ന ഒരു യോദ്ധാവായി തുടങ്ങും. ബട്ട് അറ്റ് വാട്ട് കോസ്റ്റ്? അവൻ്റെ ഭാവി ഇനി എന്താണ്? ഈ മനോഹരമായ സീരീസിൻ്റെ ഫിനാലെ എപ്പിസോഡ് വരുന്ന ഫെബ്രുവരി 22-നെത്തും. ഡങ്ക് മെഗുമത്തുള്ള ഈ വർഷത്തെ ഒരു ലാസ്റ്റ് റൈഡിന് തയ്യാറായിരുന്നുള്ളൂ സുഹൃത്തുക്കളെ. ബെയ്ലർ ടാർഗെറിയൻ്റെ ഒട്ടും വിചാരിക്കാത്ത അതിദാരുണമായ വീഴ്ച ഇവരെങ്ങനെ ഡീൽ ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ പുതിയ ഫിനാലെ എപ്പിസോഡുമായി കാത്തിരുന്നു കാണാം.